പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. ലോകം വെറുത്തവരീശുവോട് ചേർന്നിരുന്നിപ്പോഴും ആശ്വസിക്കും. ഭാഗ്യക്കാരാൻ ചേരും വരെ കാത്തിടണം. ഭാഗ്യക്കാരാൻ ചേരും വരെ കാത്തിടണം. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫെബ്രുവരി മാസം 3-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിന്റെ വാക്കുകൾ കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ചിന്തിക്കുന്ന ദൈവിക ചിന്ത നമ്മുടെ വാക്കുകളാൽ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഇതാ, ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് 4 ദിവസമായി മാറ്റം വെച്ച ആ കല്ലറയുടെ മുമ്പിൽ യേശു കർത്താവ് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ലാസറെ പുറത്തു വരിക. ആ വാക്കിനകത്ത് ലാസർ ഇതാ ജീവൻ പ്രാപിച്ച് പുറത്തു വരികയാണ്. അവസാനിച്ചു എന്ന് പറഞ്ഞ, എല്ലാം തീർന്നു എന്ന് പറഞ്ഞെടുത്ത് യേശുവിന്റെ അധികാരമുള്ള വാക്കിനകത്ത് ലാസർ ജീവൻ വെച്ച് പുറത്തു വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിനകത്തെല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന എല്ലാ വിഷയത്തിനകത്തും അധികാരത്തോടെ, ഞാൻ യേശുവിന്റെ പൈതലാണ്, ഞാൻ യേശുവിന്റെ മകനാണെന്നുള്ള നിലയിൽ ആ അധികാര വാക്കിനകത്ത് ചില നന്മകളെ വിളിച്ചു പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും ആഗ്രഹമാണ് അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത്. എല്ലാവരുടെയും ആഗ്രഹം അനുഗ്രഹമാണെങ്കിൽ ആ അനുഗ്രഹത്തെ എങ്ങനെ പ്രാപിക്കാമെന്ന് ബൈബിൾ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചിലത് നാം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരും. കാരണം നമ്മുടെ ദൈവം അവൻ പറഞ്ഞുകൊണ്ടാണ് സകലത്തെയും സൃഷ്ടിച്ചത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും പറഞ്ഞുകൊണ്ട് നന്മകളെ പ്രാപിക്കാൻ കഴിയും. ഈ പ്രഭാതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഞാനും നിങ്ങൾ ഈ 2ാമത് വായിച്ച വാക്യത്തിനകത്ത് ഇതാ, ശിഷ്യന്മാർ അത്തി ഉണങ്ങിപ്പോകുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ട് യേശുവിനോട് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് അവരോട് മറുപടി പറയാണ്, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്നും തന്റെ മുമ്പിൽ നിൽക്കുന്ന മലയോട് വിശ്വാസത്തിൽ പറഞ്ഞാൽ അത് നീങ്ങുമെന്നും യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, യേശുവിന്റെ വിശ്വാസത്തിന്റെ വാക്കിനാൽ അത്തി ഉണങ്ങിപ്പോവുകയാണ്. ഇതാ, മാസങ്ങൾ വർഷങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന, ഇല നിറഞ്ഞു നിൽക്കുന്ന അത്തി ആ വാക്കിനകത്ത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോകുമെങ്കിൽ നിങ്ങളുടെ വാക്കിനകത്ത് നിങ്ങളുടെ വിരോധങ്ങൾ ചിലത് ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ കുടുംബത്തെ നാളുകളായി കെട്ടിയിരിക്കുന്ന ചിലതിനെ നിങ്ങളുടെ വാക്കിനകത്ത് അവസാനിപ്പിക്കാൻ കഴിയും. അതേപോലെ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ നന്മകളെ മല പോലെ തടഞ്ഞു നിൽക്കുന്ന ചിലതിനെ വിശ്വാസത്തിൽ പറഞ്ഞു കീഴടക്കാൻ ഈ പ്രഭാതത്തിൽ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പറഞ്ഞു
പറഞ്ഞുകൊണ്ട് ചില നന്മകളിലേക്ക് നിങ്ങൾ സ്വീകരിച്ചാട്ടെ. നിങ്ങൾ നോക്കിയേ, ഇതാ ഇസ്രായേലിന്റെ ദൈവത്തോട് യബ്ബേസ് പ്രാർത്ഥനയിൽ പറയാണ്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിശാലമാക്കണം. അതിരുകൾ വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ പ്രാപിക്കാൻ തയ്യാറാകുക. സദൃശവാക്യം 18-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഇതാ ബൈബിൾ വ്യക്തമായി പറയാണ്, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, മരണവും ജീവനും അവന്റെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നാളുകളായിട്ട് ജീവിതത്തിൽ എന്ത് നടക്കാൻ തുടങ്ങിയാലും ജീവിതത്തിനകത്ത് ഒരു നെഗറ്റീവ് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലഭിക്കുമെന്ന് അറിയത്തില്ല, പരീക്ഷ ജയിക്കുമെന്ന് അറിയത്തില്ല, തലമുറയ്ക്ക് വിവാഹം വരുമോയെന്ന് അറിയത്തില്ല, ഇങ്ങനെ ഡൗട്ട് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിനകത്ത് സംശയവും അവിശ്വാസം പറയുന്നവർ നന്മകൾ പ്രാപിക്കണമെന്നില്ല. നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ നമ്മുടെ തലമുറയെ, നമ്മുടെ നന്മകളെ നാം കെട്ടിക്കളയുകയാണ്. എന്നാൽ ഈ പകൽ വിശ്വാസത്തോട് ദാവീദ് പറഞ്ഞ പോലെ, എൻ്റെ ദൈവത്താൽ ഞാൻ നിശ്ചയമായും അതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഈ പ്രഭാതത്തിൽ പറയുക. പറഞ്ഞുകൊണ്ട് വർഷങ്ങൾ കിടക്കുന്ന ചില ചങ്ങലകളെ അഴിക്കുക, പറഞ്ഞുകൊണ്ട് ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുക. അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പ്രഭാതത്തിൽ നന്മയെ കാണാൻ തയ്യാറാകണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് രണ്ടാഴമേറിയ കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, ഹല്ലേലൂയ, ഇതാ അബ്രഹാം തൻ്റെ ഏകജാതനെ യാഗം കഴിക്കുവാൻ പോവുകയാണ്. മോറിയ മലയിലേക്ക് കയറുമ്പോൾ തൻ്റെ മകൻ അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അപ്പാ, നമ്മുടെ കയ്യിൽ തീയും വിറകുമുണ്ട്, യാഗമർഗം എവിടെയാണ്? അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ തലമുറയെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ ഭർത്താവിനെ നോക്കി, നിങ്ങളുടെ ഭാര്യയെ നോക്കി ഒരു നന്മ പറയുമെങ്കിൽ വിശ്വാസത്തിൽ പറയുന്നത് ചിലത് സംഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ പറഞ്ഞാൽ പച്ചവെള്ളം വീഴാതാൻ പോവുകയാണ്. വിശ്വാസത്തിൽ ആഴിയെ നോക്കി, ശൂന്യതയെ നോക്കി നീ പറഞ്ഞാൽ അടുത്ത മണിക്കൂറിൽ നീ നിറവ് കാണാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഇതാ അബ്രഹാം പറഞ്ഞുകൊണ്ട് തൻ്റെ മകന് വേണ്ടി ആ കരുതൽ കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ പറഞ്ഞുകൊണ്ട് ചില വിടുതലുകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ദൂതനുമായി വെല്ലുവിളിക്കുകയാണ്. ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം. എന്നെ വിടുക, ഉഷസ്സാകുന്നല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നമ്മുടെ വാക്കിനകത്ത് അനുഗ്രഹങ്ങളുണ്ട് പ്രിയരെ. നമ്മുടെ അധികാരത്തോടുള്ള വാക്കിനകത്ത് ഇന്ന് ചില ദൈവിക നന്മകൾ അനുഭവിക്കാൻ പോവുകയാണ്. നാളുകളായി യാക്കോബ് എന്ന പേരിൽ, ബായി എന്ന പേരിൽ അറിയപ്പെട്ടവൻ ഒറ്റ രാത്രി കൊണ്ട് ദൈവദൂതനുമായി വെല്ലുപിടിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുകയാണ്. അന്നു മുതൽ അനുഗ്രഹിക്കപ്പെടുന്ന, അനുഗ്രഹിച്ചവന്റെ പേരായി ഇസ്രായേൽ എന്ന പേരായി യാക്കോബിന് മാറുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ മണിക്കൂറിൽ നിന്റെ പേര് മാറാൻ പോകുക. രോഗിയെന്നും കടക്കാരനെന്നും പ്രശ്നക്കാരനെന്നൊക്കെയുള്ള ശാപമെന്നുള്ള പേര് മാറാൻ പോകുക. നീ ഒരു അനുഗ്രഹമായി നിന്റെ വീട്ടിൽ മാറാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ വാക്കിനാൽ നീ അധികാരത്തോടെ അനുഗ്രഹത്തിന്റെ അവകാശിയായി തീരുകയാണ്. നിങ്ങൾ നോക്കേ, ദാവീദ് ഗോലിയാത്തിനോട് ഓടി അടുക്കുന്നതിന് മുമ്പേ തൻ്റെ വാക്കിനാൽ ജയം പറയുകയാണ്, ജയം പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വാക്കിനകത്ത് ജയമുണ്ട് പ്രിയരെ. നിങ്ങൾ എന്തു ചെയ്താലും തകർന്നു തീർന്നു എന്ന് പറയാതെ, പരീക്ഷ വരുന്നതിന് മുമ്പേ തോറ്റുപോകുമെന്ന് പറയാതെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഇതാ 12 ഗോത്രക്കാരെ വാഗ്ദത്ത ദേശം കാണുവാൻ, ഉറ്റുനോക്കുവാൻ മോശെ അയക്കുകയാണ്. 10 പേരും തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ദൈവം പറഞ്ഞ ദേശം നല്ലതും അറിയാം, പാലും തേനും ഒഴുകുന്നതും ഒക്കെയാണ്, പക്ഷെ നമുക്കത് കൈവശമാക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ അനാക്യമല്ലന്മാരുണ്ട്. പക്ഷേ അവിടെ 2 പേർ ഒരുമിച്ച് ചേർന്ന് പറയുന്നു, കാലേബും യോശുവയും വിളിച്ചു പറയാണ്, ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ ആ ദേശം ദൈവം നമുക്ക് തരും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, ദൈവം പറഞ്ഞതെല്ലാം സത്യം, പക്ഷെ നമുക്കത് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കരുത്. ഈ സമയത്ത് തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുക, എൻ്റെ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ കഴിയും, എൻ്റെ മേളിലുള്ള വാഗ്ദത്തങ്ങൾ തിരിയാൻ പോവുകയാണ്, ഞാൻ നന്മ കാണാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നന്മകളെ അവകാശമാക്കാൻ തയ്യാറാകുക. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് 1 ശമൂവേൽ 17-ാം അധ്യായം 45-46 വാക്യങ്ങൾ. ഇതാ ദാവീദ് വിശ്വാസത്താൽ ഗോലിയാത്തിനെ കല്ലുകൊണ്ട് വീഴ്ത്തുന്നതിന് മുമ്പേ അവന്റെ വാ കൊണ്ട് അവൻ ജയം പറഞ്ഞു. നമുക്ക് ആ വാക്യം വായിച്ചു പ്രാർത്ഥിക്കാം. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. 46-ാമത്തെ വാക്യം, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും
ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രയേൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. നിങ്ങൾ നോക്കേ, ദാവീദ് ഗോലിയാത്തിനെ ജയിക്കുന്നതിന് മുമ്പേ അവൻ്റെ വാ കൊണ്ട് അവൻ്റെ ജയം അവൻ പറയുകയാണ്. 49-ാമത്തെ വാക്യത്തെയാണ് തൻ്റെ കയ്യിലെ കല്ലുകൊണ്ട് ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജയം നിങ്ങൾ വിശ്വാസത്തിൽ കാണുക, വിശ്വാസത്തിൽ പറയുക, വിശ്വാസത്തിൽ അതിനെ പ്രാപിക്കുക. ഇന്നു മുതൽ ഒരു ജയം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ ചലിക്കട്ടെ. നമുക്കൊരുമിച്ച് ജയം പറയാം. പ്രിയരെ, കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ജയത്തിൻ്റെ ദിവസമാകട്ടെ. ഇവരുടെ വാക്കിനകത്ത് നാളുകൾ കെട്ടപ്പെട്ടവരായി, തലമുറയായി, കുടുംബമായി, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇവർ വാക്കുകൾ കൊണ്ട് ജയം പറഞ്ഞു പുറത്തു വരട്ടെ. കർത്താവെ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു, ഇവർ അനുഗ്രഹമാകട്ടെ. കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും കടന്നു വരണമേ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.